പാലക്കാടിൻ്റെ വികസനത്തിനായിട്ടുള്ള ഒരു വോട്ടാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട്ടുകാരെ ഇന്നത്തെ വോട്ട് പാലക്കാടിൻ്റെ വികസനത്തിനുള്ള വോട്ടാണ്. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. കൃഷ്ണകുമാർ, ഈ പോളിംഗ് നിരക്ക് ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു കാരണം? വയനാട്ടിൽ പ്രചരണം കടുത്തെങ്കിലും കുറയാനുണ്ടായത്. അല്ല, വയനാട്ടിൽ കുറഞ്ഞത് കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരം. തെരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു പോയ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു. പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചിച്ചു പോയ UDFൻ്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കും. അത് NDAയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. പാലക്കാടിലെ പൊതുരംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം ഉണ്ടായിരുന്ന എനിക്ക് അനുകൂലമായിട്ട് പാലക്കാട്ടുകാർ വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബൂത്തുകളിൽ നീണ്ട നിരയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം എങ്ങനെ ഉയരുമെന്ന് കണക്കാക്കുന്നുണ്ട്? ഇപ്പോൾ പോളിംഗ് ശതമാനം വിജയിക്കും, ഉയരും. കാരണം കഴിഞ്ഞ തവണ E. ശ്രീധരൻ മെട്രോമാൻ്റെ പരാജയം ചെറിയ വോട്ടുകൾക്കാണ്. ആ വോട്ടുകൾ മറികടക്കാൻ, ആ പരാജയം ഇത്തവണ ഒഴിവാക്കാൻ പാലക്കാട്ടുകാർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദം ഉണ്ടായ ഒരു മണ്ഡലമാണ്. ഈ വിവാദങ്ങൾ എങ്ങനെയായിരിക്കും പാലക്കാട്ടുകാർ കാണുന്നത്? പാലക്കാട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞല്ലോ, വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് മുഴുവൻ ഇവിടുത്തെ പാലക്കാട്ടത്തെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. നെൽകർഷകരുടെ വിഷയം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത്. ആ വിഷയങ്ങളാണ് പാലക്കാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 മുന്നണികൾക്കും വിവാദങ്ങൾ മറന്ന് വികസനത്തിൻ്റെ പിന്നാലെ വരേണ്ടി വന്നു. ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അജണ്ടയാക്കി അവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരേണ്ടി വന്നു. ഇത്തവണത്തെ വോട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും. ഏറ്റവും ഒടുവിൽ പരസ്യത്തെ ചൊല്ലിയാണ് തർക്കം. ഞങ്ങൾ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തിന് വേണ്ടി UDFും LDFും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. 1-ാം സ്ഥാനം വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. 5 അക്ക ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും. അത് 10,000-ൽ കൂടുതൽ വോട്ടിന് ഞങ്ങൾ ഇത്തവണ വിജയിക്കും. ഏറ്റവും ഒടുവിൽ പരസ്യത്തെ ചൊല്ലിയാണ് വിവാദം. അല്ല, 2 മുന്നണികളും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞങ്ങൾ ഒരു വിഭാഗത്തെയും വോട്ട് ബാങ്കായി കരുതുന്നില്ല. ഞങ്ങൾ എല്ലാ വിഭാഗത്തിൻ്റെയും വികസനമാണ് കാണുന്നത്. പാലക്കാട്ടുകാർക്ക് അതറിയാം. പാലക്കാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കറിയാം. ന്യൂനപക്ഷ മേഖലകളിൽ പോലും ഇത്തവണ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും.